നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷിയായ ജനതാ വിമുക്തി പെരമുന എന്ന JVP നേതാവ് അനുര കുമാര ദിസനായകെ ശ്രീലങ്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 2 മാസം പോലുമായിട്ടില്ല. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ കക്ഷി നയിക്കുന്ന ദേശീയ ജനാധികാരം എന്ന കൂട്ടായ്മ 2/3 ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടിയിരിക്കുന്നു. പുതിയ സഹസ്രാബ്ദം 25ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ശ്രീലങ്കയിലുണ്ടായ ഈ ഇടതുപക്ഷ മുന്നേറ്റം സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകുന്നതാണ്. കാരണം 10,000ങ്ങളുടെ മരണത്തിനിടയാക്കിയ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് ആധിപത്യമുള്ള സർക്കാർ നേടിയ വിജയത്തിന്റെ ഉന്മാദത്തിൽ തകർന്ന ഒരു രാജ്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ നേർവിപരീത ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ സംഘർഷഭരിതവും നാടകീയവുമായ സംഭവങ്ങളിൽ ഏറ്റവും ഉലഞ്ഞ രാജ്യമാണ് ശ്രീലങ്ക. 3 പതിറ്റാണ്ടോളം ശ്രീലങ്കയിൽ മാത്രമല്ല ദക്ഷിണേഷ്യയിലാകെ ഭീതി പരത്തിയവരാണ് തമിഴ് പുലികൾ എന്ന LTTE. അതിനെ ഉന്മൂലനം ചെയ്ത സർക്കാർ അവിടുത്തെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചിട്ട് 15 വർഷം കഴിഞ്ഞിട്ടേയുള്ളൂ. അതിലൂടെ ശ്രീലങ്കൻ ജനതയിൽ ഭൂരിപക്ഷമായ സിംഹളരുടെ, വിശേഷിച്ച് ബുദ്ധമതക്കാരുടെ വീരനായകനായി അന്നത്തെ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെ മാറിയിരുന്നു. മാസങ്ങൾക്കകം 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ മുമ്പില്ലാതിരുന്ന ഭൂരിപക്ഷത്തോടെയാണ് മഹിന്ദ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പാർട്ടി വൻ ഭൂരിപക്ഷം നേടി. എന്നാൽ 5 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ മഹിന്ദ പരാജയപ്പെട്ടതും വീണ്ടും 5 വർഷം കഴിഞ്ഞ് സഹോദരൻ ഗോട്ടബായ പ്രസിഡന്റും മഹിന്ദ പ്രധാനമന്ത്രിയുമായി രജപക്സെ കുടുംബം അധികാരത്തിൽ തിരിച്ചെത്തിയതും സമീപകാല ചരിത്രമാണ്. 2020 രജപക്സെമാർ അധികാരമേറ്റതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ ഭീകര സാമ്പത്തിക തകർച്ചയ്ക്കൊടുവിൽ 2.5 വർഷം മുമ്പാണ് അവർക്ക് അധികാരം ഒഴിയേണ്ടി വന്നത്. അന്ന് ജനക്കൂട്ടം ലങ്കൻ പ്രസിഡന്റിന്റെ കൊട്ടാരം കയ്യേറിയതടക്കമുള്ള രംഗങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇന്ന് രാജ്യത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളാണ് രജപക്സെ സഹോദരന്മാർ. ജനാധിപത്യത്തിൽ വംശീയത ആയുധമാക്കി അധികകാലം ആർക്കും ഭരിക്കാനാവില്ല എന്നതിന് മികച്ച ദൃഷ്ടാന്തമാണ് ശ്രീലങ്ക. ആത്യന്തികമായി ഭക്ഷണവും തൊഴിലും കിടപ്പാടവും സമാധാനവും ഒക്കെയാണ് ജനങ്ങൾക്ക് പ്രധാനം. അതെല്ലാം തടസ്സപ്പെട്ടപ്പോൾ ജനങ്ങൾ ഉണർന്നെണീറ്റതാണ് ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ അരുണോദയത്തിന് ഇടയാക്കിയത്. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വെറും 3% വോട്ട് മാത്രമാണ് JVP നേതാവായ അനുരയ്ക്ക് ലഭിച്ചത്. ആ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും JVP സഖ്യമായ NPPക്ക് 4% താഴെയായിരുന്നു വോട്ട്. എന്നാൽ സമീപകാലം വരെ ലങ്കൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന മുഖ്യധാരാ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ നിഷ്പ്രഭരാക്കിയാണ് സെപ്റ്റംബറിൽ അനുര രാജ്യത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 225ൽ 100 സീറ്റോളമാണ് JVP നയിക്കുന്ന സഖ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കിയിരുന്നത്. അതായത് NPPക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പോലും പലരും കരുതിയിരുന്നില്ല. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തിരുത്തി ചരിത്രത്തിൽ ആദ്യമായി ശ്രീലങ്കയിൽ ഒരു സഖ്യം 3/2 ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. അതും ഇടതുപക്ഷ സഖ്യം. നവംബർ 14 നടന്ന തെരഞ്ഞെടുപ്പിൽ 225 പാർലമെന്റിൽ 159 സീറ്റാണ് ദേശീയ ജനാധികാരം എന്ന NPP സഖ്യത്തിന് ലഭിച്ചത്. ഇത് കേവലം രാഷ്ട്രീയ കക്ഷികളുടെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയല്ല എന്നതാണ് NPPയുടെ സവിശേഷത. JVP പോലെ ഇടതുപക്ഷ കക്ഷികൾക്ക് പുറമെ പുരോഗമന ജനാധിപത്യ നിലപാടുള്ള വിവിധ ജനകീയ സംഘടനകളും അതിലുണ്ട്. പരിസ്ഥിതി പ്രസ്ഥാനം, യുവജന സംഘടനകൾ, സ്ത്രീ കൂട്ടായ്മകൾ, വിദ്യാർത്ഥി സംഘടനകൾ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാം ഇതിന്റെ ഭാഗമാണ്. ഉജ്ജ്വല വിജയം നേടിയ അനുരയുടെയും JVP സഖ്യത്തിന്റെയും മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. ലോകത്താദ്യമായി ഒരു സ്ത്രീ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ശ്രീലങ്ക. 1960 സിരിമാവോ ബന്ദാരനായികയാണ് ആ ചരിത്രം കുറിച്ചത്. അക്കാലത്ത് തന്നെ ശ്രീലങ്കയിൽ ബുദ്ധ സന്യാസിമാർക്ക് രാഷ്ട്രീയ ഭരണരംഗങ്ങളിലുള്ള സ്വാധീനം വളരെ വലുതാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ പോലും പ്രധാന നയകാര്യങ്ങളെല്ലാം ബുദ്ധ മതാചാര്യന്മാരുമായി ആലോചിച്ച് അവരുടെ സമ്മതത്തോടെ തീരുമാനിക്കൂ. 1960 കൊളംബോയിൽ കുറച്ചുകാലം ഗസ്റ്റ് അധ്യാപകനായിരുന്ന നിത്യ ചൈതന്യയതി ബുദ്ധമതത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി അവിടുത്തെ പ്രധാന ബുദ്ധവിഹാരത്തിൽ താമസിച്ചിരുന്ന കാലത്തെ അനുഭവം എഴുതിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും പ്രധാനമന്ത്രി സിരിമാവോ ആ മഠത്തിലെത്തി പ്രധാന പുരോഹിതനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എതി കണ്ടിട്ടുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതിയ ആനന്ദ സമരക്കൂണിന് അക്കാലത്തുണ്ടായ ദുരന്തമാണ് മറ്റൊന്ന്. ചിത്രകാരനും കവിയും ഗാനരചയിതാവുമായ അദ്ദേഹത്തിന് ആ ഗാനത്തിന്റെ പേരിൽ 1962 ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ശ്രീലങ്കയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച
എഗോദ ഹാഗെ, ജോർജ് വിൽഫ്രഡ് ആൽവിസ് സമരക്കൂൺ ആണ് പിന്നീട് ബുദ്ധമതം സ്വീകരിച്ച് ആനന്ദ സമരക്കൂൺ ആയത്. ദേശീയ ഗാനത്തിലെ ആദ്യ വരിയായ നമോ നമോ മാത എന്നതിലെ ആദ്യ അക്ഷരമാണ് രാജ്യത്തെ കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് ബുദ്ധ പുരോഹിതർ പറഞ്ഞതിനെ തുടർന്ന് ആ വരി മാറ്റാൻ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗാനത്തിന്റെ കാര്യത്തിൽ എഴുത്തുകാരനായ താൻ പറയുന്നതാണ് ശരിയെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ടാഗോറിന് കീഴിൽ വിശ്വഭാരതിയിൽ പഠിച്ചിട്ടുള്ള സമരക്കൂൺ ഇന്ത്യയിൽ ഗാനശാസ്ത്രം പഠിച്ചിട്ടുള്ളയാളാണ്. അക്കാലത്ത് മറ്റൊരു ശ്രീലങ്കക്കാരനും അത്ര യോഗ്യതയില്ല. ഇദ്ദേഹത്തിന്റെ എതിർപ്പ് തള്ളിയ ലങ്കൻ പാർലമെന്റ് ആദ്യ വരി ശ്രീമാത നമോ മാത എന്നാക്കി തിരുത്തൽ വരുത്തി. ആത്മാഭിമാനത്തിന് മുറിവേറ്റ അദ്ദേഹം ജീവനൊടുക്കുകയായിരുന്നു. ഇത്തരം ചരിത്ര പശ്ചാത്തലങ്ങളുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടക്കം വിശ്വാസമാർജിച്ച് മുന്നോട്ട് പോകുന്നത് എളുപ്പമല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളായ തമിഴരുടെയും മുസ്ലിങ്ങളുടെയും മറ്റും ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവർക്ക് തുല്യനീതി ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അനുര വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ് വംശജരുടെ ഭൂമി സർക്കാർ പിടിച്ചെടുത്തത് വിട്ടുകൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അനുര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ പ്രതീക്ഷയാണ് തമിഴ് മേഖലകളിലടക്കം NPP വൻ മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്നാൽ ദേശീയ അനുരഞ്ജനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾക്ക് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ നേടുക എന്നതാണ് അനുരയും NPP സർക്കാരും നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. അത് സാധ്യമായാൽ ദക്ഷിണേഷ്യയിലെ മികച്ച സമ്പദ് വ്യവസ്ഥയായിരുന്ന ശ്രീലങ്കയ്ക്ക് ആ സ്ഥാനം വീണ്ടെടുക്കാനാവും. ശ്രീലങ്കയെ സാമ്പത്തിക തകർച്ചയിലാക്കിയ നവ ഉദാര നയങ്ങളിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കാൻ കൂടി കഴിഞ്ഞാലേ അത് സാധിക്കൂ. എന്തായാലും രാജ്യം കടന്നുപോയ ആഭ്യന്തര യുദ്ധത്തിന്റെയും സാമ്പത്തിക തകർച്ചയുടെയും ഓർമ്മകളുള്ള ജനങ്ങൾ ആദ്യമായി 2/3 ഭൂരിപക്ഷത്തോടെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷകളോടെയാണ്.